സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോട്ട് തകർന്ന് ചെങ്കടലിൽ കുടുങ്ങിയ 2 ബംഗ്ലാദേശികളെ സൗദി കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യാംബു പട്ടണത്തോട് ചേർന്നുള്ള കടൽ ഭാഗത്താണ് മറൈൻ ബോട്ട് അപകടമുണ്ടായത്. സൗദി കോസ്റ്റ് ഗാർഡ് യാംബു സെക്ടറിലെ ബോർഡർ ഗാർഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമാണ് രക്ഷപ്പെടുത്തിയത്. സമുദ്ര സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും കാലാവസ്ഥാ സാഹചര്യങ്ങൾ പാലിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ജാഗ്രത പാലിക്കാനും കപ്പലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും കോസ്റ്റ് ഗാർഡ് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. എല്ലാ കടൽ യാത്രക്കാരും സുരക്ഷാ നടപടിക്രമങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്നും സമുദ്രയാത്രയിൽ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി ഇടയ്ക്കിടെ നടത്താനും അധികൃതർ ആവശ്യപ്പെട്ടു. കടലിൽ അപകടത്തിൽപ്പെട്ടാൽ മറൈൻ പട്രോളിംഗ് വിഭാഗത്തിന്റെ 994 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് സഹായം തേടണമെന്നും സുരക്ഷാ സേന അഭ്യർത്ഥിച്ചു. 4 പുതിയ മെട്രോ ലിങ്ക് ബസ് റൂട്ടുകൾ ആരംഭിക്കാനും ഒരു ഇന്റർസിറ്റി റൂട്ട് ഉൾപ്പെടെ മറ്റ് നിരവധി റൂട്ടുകളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും തീരുമാനിച്ചതായി UAE എമിറേറ്റിലെ റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. നിരവധി റൂട്ടുകൾ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല 4 പുതിയ മെട്രോ ലിങ്ക് ബസ് റൂട്ടുകൾ ആരംഭിക്കാനും തീരുമാനിച്ചു. പുതിയ റൂട്ടുകളിൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമാകും. റൂട്ട് 31 പകരം 2 പുതിയ റൂട്ടുകളായ F39, F14 എന്നിവയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പുതിയ റൂട്ടായ F39 ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തിസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്നും ഊദൽ മുത്തീന റൗണ്ട് അബൌട്ട് ബസ് സ്റ്റോപ്പ് 1 വരെയും തിരിച്ചും ബസ് ഉണ്ടായിരിക്കും. 30 മിനിറ്റ് ഇടവേള ഇട്ടാണ് ബസ് ഓടുന്നത്. മറ്റൊരു പുതിയ റൂട്ടായ F40 ഇത്തിസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്നും മിർദിഫ് സ്ട്രീറ്റ് 78 എന്നിവിടങ്ങളിലേക്കും സർവീസ് ഉണ്ടായിരിക്കും. ഇവിടെയും 30 മിനിറ്റ് ഇടവേള ഇട്ടാണ് ബസ് സർവീസ് നടത്തുന്നത്. UAEയിൽ രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 29 നിയമത്തിലെ മാറ്റം പ്രഖ്യാപിച്ചത്. ഫെഡറൽ നിയമം നമ്പർ 9/2024 നിയമ ഭേദഗതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിയമം ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരും. UAEയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളുണ്ട്. തൊഴിൽ സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിയമ നടപടികൾക്കായി സമീപിക്കേണ്ട സമയപരിധി 2 വർഷമാക്കിയിട്ടുണ്ട്. തൊഴിലാളിയുടെ ജോലി അവസാനിക്കുന്ന ദിവസം മുതലാണ് ഈ ദിവസം കണക്കാക്കുന്നത്. നേരത്തെ 1 വർഷമായിരുന്നു. ഇപ്പോൾ 2 വർഷമാക്കിയത് വലിയ നേട്ടമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി സമൂഹമായ സുഗോത്ര കോർമോറന്റിന്റെ പ്രധാന സീസണൽ ആവാസ കേന്ദ്രമായി മുസന്തം ഗവർണറേറ്റ് മാറുന്നു. അറേബ്യൻ ഗൾഫ്, അറേബ്യൻ പെനിൻസുലയുടെ തെക്ക് കിഴക്കൻ തീരം, യമനിലെ സുഗോത്ര ദ്വീപ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികളാണ് സുഗോത്ര കോർമോറന്റ്. ഇവ ചെങ്കടൽ വരെ സഞ്ചരിക്കുകയും സുഗോത്ര ദ്വീപുകളിൽ പ്രജനനം നടത്തുകയുമാണ് ചെയ്യാറ്. പരിസ്ഥിതി സംരക്ഷണ വിഭാഗം മേധാവി മുസന്തം ഗവർണറേറ്റിൽ ഈ പക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് മുസന്തത്തിലെ പാറയും മണലും നിറഞ്ഞ തീരപ്രദേശങ്ങളിൽ സുഗോത്ര കോർമോറന്റുകൾ കാണപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 45,000-ഓളം കോർമോറന്റുകളാണ് ഇവിടെ എത്തിയത്. രാജ്യത്തെ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 2024-25 അധ്യയന വർഷത്തേക്ക് പ്രതിമാസ അലവൻസ് അനുവദിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സബ്സിഡി സംവിധാനവുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗങ്ങളും മന്ത്രാലയം നോക്കുന്നുണ്ട്. അപേക്ഷ നൽകുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും തീയതിയും ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളും വെള്ളപ്പൊക്കം അപകടം വിതയ്ക്കാനിടയുള്ള മേഖലകളും കണ്ടെത്താൻ പദ്ധതിയുമായി കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം. അപകട മേഖല ഭൂപടം തയ്യാറാക്കാൻ മന്ത്രാലയം കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി. ഇതിനായി 2 വർഷ കാലയളവാണ് നൽകിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക മേഖലകൾ കണ്ടെത്തുക, അപകട സാധ്യതയും വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന വാദികളും ഉപവാദികളും അടയാളപ്പെടുത്തുക, ഇവയെ ഭൂമിശാസ്ത്രപരമായി തിരിച്ചറിഞ്ഞ് ഉയർന്ന അപകട സാധ്യത, ഇടത്തരം അപകട സാധ്യത, കുറഞ്ഞ അപകട സാധ്യതയുള്ളവ എന്നിങ്ങനെ വേർതിരിക്കുക തുടങ്ങിയവയാണ് കൺസൾട്ടൻസിയുടെ പ്രധാന ചുമതല. അപകടകരമായ കാലാവസ്ഥ അനുഭവപ്പെടാനിടയുള്ള സമയങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ ഏജൻസിക്ക് ജനജീവിതവും സമ്പത്തും സംരക്ഷിക്കാനുള്ള നടപടികൾ എളുപ്പമാക്കാൻ മാപ്പ് സഹായകമാകും.
സുരക്ഷിത നഗര നിർമ്മാണത്തിനും ഇത്തരം മാപ്പുകൾ സഹായകമാകും. താഴ്വരകളിലും അതിന് സമീപവും താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത് ഉപകരിക്കും. കൂടാതെ ഇത്തരം മേഖലകളിൽ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുമ്പോൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും ഇതുവഴി അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. 3 ഘട്ടങ്ങളാണ് പ്രധാനമായും ഈ പദ്ധതിക്കുള്ളത്. ഓരോ ഭാഗത്തും പെയ്യുന്ന മഴയും ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളും വിശകലനം ചെയ്ത് ഡാറ്റകൾ തയ്യാറാക്കുകയാണ് ഒന്നാം ഘട്ടം. ഇത് 12 മാസം നീണ്ടുനിൽക്കും. എല്ലാ ഗവർണറേറ്റുകളിലെയും മഴയുടെ അളവും പെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളും അത് ഒഴുകിയെത്തുന്ന താഴ്വരകളും ഈ ഘട്ടത്തിൽ കണ്ടെത്തും. എല്ലാ ഗവർണറേറ്റുകളിലും ആവർത്തിച്ചു വരുന്ന മഴയും മഴയുടെ അളവും സംബന്ധിച്ച ഗ്രാഫ് തയ്യാറാക്കുക. എല്ലാ ഗവർണറേറ്റുകളിലും വെള്ളപ്പൊക്കമുണ്ടാകുന്നതിൻ്റെ ഗൈഡുകൾ തയ്യാറാക്കുക. ഓരോ ഗവർണറേറ്റുകളിലും മഴ മൂലം രൂപപ്പെടുന്ന വാദികളുടെ രൂപം മനസ്സിലാക്കുക എന്നിവയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടും. വെള്ളപ്പൊക്കം അപകടം വിതയ്ക്കാനിടയുള്ള മേഖലകൾ കണ്ടെത്താനുള്ള രണ്ടാം ഘട്ടത്തിന് 7 മാസത്തെ കാലാവധിയാണ് നൽകിയിരിക്കുന്നത്. അപകട മേഖലകളിലെ വെള്ളച്ചാലുകളും അവ ചെന്നെത്തുന്ന താഴ്വരകളും ഈ ഘട്ടത്തിൽ തിരിച്ചറിയും. കുറഞ്ഞ, ഇടത്തരം, കൂടിയ അപകട മേഖലാ പ്രദേശങ്ങൾ ഈ ഘട്ടത്തിൽ വേർതിരിക്കും. വെള്ളപ്പൊക്ക അപകട മേഖലകളിൽ അപകടം വരുമ്പോൾ എടുക്കേണ്ട അടിയന്തര നടപടികളാണ് മൂന്നാം ഘട്ടത്തിലുള്ളത്. ഇതിന് 5 മാസ കാലാവധിയാണ് നൽകിയിട്ടുള്ളത്. ഇത്തരം ഘട്ടങ്ങളിൽ ഈ മേഖലകളിൽ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടും. രാജ്യത്തെ ഹോട്ടലുകളിലും കഫ്റ്റീരിയകളിലും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി മസ്കറ്റ് നഗരസഭ ക്യാമ്പയിൻ ആരംഭിച്ചു. ഞായറാഴ്ച ആരംഭിച്ച ക്യാമ്പയിൻ ഈ മാസം 29 വരെ നീണ്ടുനിൽക്കും. സ്ഥാപനങ്ങളിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യൽ, ജീവനക്കാർ ശുചിത്വവും ആരോഗ്യ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ എന്നിവയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം. എലികളും മറ്റു പ്രാണികളും ഹോട്ടലുകളിലും കഫ്റ്റീരിയകളിലും ഇല്ലെന്ന് സ്ഥിരീകരിക്കലും ലക്ഷ്യമാണ്. ക്യാമ്പയിൻ കാലത്ത് പരമാവധി 200 സ്ഥാപനങ്ങളിലെങ്കിലും പരിശോധന നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. 52 ദിവസം നീണ്ട ജിദ്ദ സീസൺ 2024 ആഘോഷങ്ങൾക്ക് സമാപനമായി. രാജ്യത്തിനകത്തും പുറത്തുനിന്നും 17 ലക്ഷത്തിലധികം ആളുകളാണ് പരിപാടികൾ ആസ്വദിക്കാനെത്തിയത്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ജിദ്ദയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്ന നിരവധി വിനോദ സാംസ്കാരിക പരിപാടികളായിരുന്നു അരങ്ങേറിയിരുന്നത്. ജൂൺ 27 ആരംഭിച്ചത് മുതൽ സന്ദർശകരുടെയും വിനോദസഞ്ചാരികളുടെയും വിപുലമായ പങ്കാളിത്തത്തിനാണ് വേദി സാക്ഷ്യം വഹിച്ചത്. ഈ നേട്ടം രാജ്യം എല്ലാ വിനോദസഞ്ചാരികൾക്കും കലാസ്വാദകർക്കുമായി അവതരിപ്പിച്ച ആഘോഷ പരിപാടികളുടെ മികവും വൈവിധ്യവും ഈ മേഖലയിൽ ചെലുത്തുന്ന സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ കുഴൽക്കിണറുകൾക്ക് ലൈസൻസ് നിർബന്ധമാണെന്നും അതില്ലാതെ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിച്ചാൽ 50,000 റിയാൽ പിഴ ചുമത്തുമെന്നും പരിസ്ഥിതി, ജലം, കൃഷി മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ജല ഉപയോഗ നിയമവും നിർവഹണ ചട്ടങ്ങളും അനുസരിച്ച് ഭൂഗർഭജല സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസുകൾ നൽകുന്നതിനും അവയുടെ ലംഘനങ്ങൾ തരംതിരിക്കുന്നതിനുമുള്ള പുതിയ വ്യവസ്ഥകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലൈസൻസില്ലാതെ കുഴൽക്കിണർ കുഴിക്കാനോ നിലവിലുള്ളത് വികസിപ്പിക്കാനോ അതിലുള്ള വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു.